നമസ്കാരം. ഇപ്പൊ ഒരു പെണ്ണ് അവർക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇറങ്ങിയതാണ് ഇപ്പൊ വലിയ പ്രശ്നം. ഇവിടെ ബാക്കിയുള്ളവരൊക്കെ പുണ്യാളച്ചന്മാരാണല്ലോ. ഇവിടുത്തെ പെണ്ണുങ്ങൾ ഏത് ഡ്രസ്സ് ഇട്ടാലും വലിയ പ്രശ്നം. വെറും പെണ്ണല്ല, നമ്മൾ ഹനാന്റെ കാര്യമാണ് പറയുന്നത്. ഹനാൻ പണ്ട് മീൻ കച്ചവടം നടത്തിയിരുന്നത്രേ. അന്ന് കുറെ ആൾക്കാർ അവളെ സഹായിച്ചിട്ടത്രേ. അങ്ങനെ അവളെ എല്ലാവരും സഹായിച്ചതുകൊണ്ട് പിന്നെ കാലാകാലം ബാക്കിയുള്ളവർ പറയുന്നത്, ഇവർ പറയുന്ന അനുസരിച്ച് അവളെ അടിമയായിട്ട് ഇവളങ്ങ് നടന്നോളൂ അത്രേ. എന്തിന്റെ കേടാണ് നിങ്ങൾക്കൊക്കെ? ഇവിടെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഡ്രസ്സ് അവരിടും, അവർക്ക് തോന്നിയ ഡ്രസ്സ് അവരിടും. എന്താ കുഴപ്പം അതിന് നോക്കാൻ പറ്റാത്തവർ അങ്ങോട്ട് നോക്കണ്ടെന്നേ. ആരാ ഇവിടെ പുണ്യാളച്ചന്മാരുള്ളത്? അല്ല, എനിക്ക് ചില കാര്യങ്ങൾ ഇതിനകത്ത് ചോദിക്കാറുണ്ട്. ഈ പുണ്യാളച്ചന്മാരെന്ന് പറയുന്ന ആൾക്കാരുടെ വീട്ടിലുള്ള അവസ്ഥ എന്താ? നിങ്ങളുടെയൊക്കെ ഭാര്യമാര്, നിങ്ങളുടെയൊക്കെ പെങ്ങന്മാരെ കാര്യം നമുക്കെടുക്കാം. ഇത് കേൾക്കുമ്പോൾ സ്ത്രീകളെ അപമാനിക്കുകയാണെന്ന് തോന്നരുത് കേട്ടോ. അങ്ങനെ സ്ത്രീകളെ അപമാനിക്കാൻ വേണ്ടി ഞാൻ ഒരിക്കലും പറയുന്നതല്ല. അവരോട് ബഹുമാനവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ ചോദിക്കേണ്ട ചില കാര്യങ്ങൾ ഈ പൊന്നാങ്ങളമാരോട് ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. ഞാൻ എന്റെ വീഡിയോ കാണുന്നവരോട് ചോദിക്കട്ടെ, നിങ്ങളൊരു ചുരിദാർ എടുത്തു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പരിപാടി എന്താ? അത് ഇടല, അത് ഷെയ്പ്പാക്കും. എന്തിനത് ഷെയ്പ്പാക്കേണ്ട ആവശ്യം? അങ്ങനെ ഷെയ്പ്പാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീര ഭംഗി അല്ലെങ്കിൽ ശരീരപടം അതുപോലെ പ്രൊജക്റ്റ് ആകല്ലേ ചെയ്യുന്നത്. അത് പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അങ്ങനെ ശരിയാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കുമോ? ഇല്ലല്ലോ. അതുപോലെ വിവിധ മോഡലുകളിൽ ഡ്രസ്സുകൾ ഓരോ ദിവസം ഇറങ്ങുന്നുണ്ട്. ഈ ആഴ്ച പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഡ്രസ്സല്ല അടുത്ത ആഴ്ച കിട്ടുന്നത്. അത് ആണിനായാലും പെണ്ണിനായാലും അതൊക്കെ ഇടാൻ വേണ്ടി തന്നെയാ. അത് ഇടാൻ വേണ്ടി തന്നെ എല്ലാവരും ആഗ്രഹിക്കുന്നുമുണ്ട്. പിന്നെ ചിലർക്കൊക്കെ ആ സാഹചര്യങ്ങളില്ല, അവർ ഇടുന്നില്ല. ചിലർക്കൊക്കെ അതിന് ധൈര്യമില്ല, അതുകൊണ്ട് ഇടുന്നില്ല. ചിലർക്കൊക്കെ അവരെന്ത് പറയും ഇവരെന്ത് പറയും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ഇടുന്നില്ല. പക്ഷെ ഹനാനോ അല്ലെങ്കിൽ ഹനാനെ പോലെയുള്ളവർക്ക് അതിന് ആ ഒരു ചിന്തയില്ലെന്നേ. അവർക്ക് ഇഷ്ടമുള്ളത് അവരിടുന്നു, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നോക്കുന്നു. അത് പറ്റാത്ത ആൾക്കാർ അങ്ങോട്ട് നോക്കണ്ടെന്നേ. എന്തിനങ്ങോട്ട് നോക്കുന്നത്? നിങ്ങൾ അങ്ങോട്ട് നോക്കിയിട്ട് അയ്യേ ദേവൻ ഇങ്ങനെ പറയേണ്ട ആവശ്യം എന്താ? നിങ്ങൾക്ക് അതിനുള്ള മാനസിക പക്വത ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ അതൊക്കെ നോക്കാൻ നിൽക്കണത്? അപ്പൊ നിങ്ങളുടെയൊക്കെ മൊബൈലിലെ സെർച്ച് എഞ്ചിൻ ഏതാണ് കൂടുതൽ സെർച്ച് ചെയ്യുന്നത് നോക്കേണ്ടി വരും. എന്തൊക്കെയോ ചില രോഗങ്ങൾ നിങ്ങൾക്കുണ്ടാവും, ഞരമ്പ് രോഗമോ മറ്റെന്തെങ്കിലും രോഗങ്ങളുണ്ടോ? അതുകൊണ്ടാണല്ലോ ഇത് മാത്രം കാണുന്നത്. ആ ശരീരത്തിൽ വേറെ എന്തെല്ലാം ഉണ്ട്? എന്താ അതൊന്നും കാണാത്തവർ? കണ്ണും മൂക്കും അവിടെ മുഖമൊക്കെ ഉണ്ടല്ലോ, എന്താ അതൊന്നും കാണാത്തത്? അല്ലെങ്കിൽ എന്താ വല്ലതും തുറന്നിട്ടുകൊണ്ട് നടക്കുന്നത്? അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കാം. നിങ്ങളൊക്കെ ഈ കോവളത്തും അല്ലെങ്കിൽ അതുപോലുള്ള ആ ബീച്ച് മേഖലയിലേക്ക് പോയാൽ നിങ്ങളുടെ കാര്യം കഷ്ടമായിരിക്കുമല്ലോ. എങ്ങനെയാ നിങ്ങൾ പ്രതികരിക്കുക? ഗോവയിൽ നിങ്ങൾക്ക് പോകാൻ പറ്റൂലല്ലോ. അല്ല, അറിയത്തോണ്ട് ചോദിക്കുകയാണ്. എന്തിനാണ് അതിന്റെ ആവശ്യം? മറ്റുള്ളവർ ഏത് ഡ്രസ്സ് ഇടുന്നു, മറ്റുള്ളവർ എന്തൊക്കെ പ്രൊജക്ട് ചെയ്യുന്നു നോക്കി നടക്കല നിങ്ങളെ പണി. എന്താ അതിന്റെ ആവശ്യം? അതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, നമ്മൾ ആരെങ്കിലും ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ഡ്രസ്സ് ഇടണം, അവരെന്ത് ഭക്ഷണം കഴിക്കണം, പിന്നെ അവര് എങ്ങോട്ട് പോകണം, അവരാരെ കല്യാണം കഴിക്കണം, എപ്പോ കുട്ടികൾ ഉണ്ടാക്കണം, ഇതൊക്കെ നമ്മളാ തീരുമാനിക്കല്. നമ്മൾ ആരെങ്കിലും ഒന്ന് സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സഹായിക്കുക. ആ സഹായം കഴിഞ്ഞാൽ അവരെ പാട്ടിന് വിട്ടേക്കുക. നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കല്ലേ. അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അവർ ധരിക്കട്ടെ. അവരിഷ്ടമുള്ള പോലെ അവർ ജീവിക്കട്ടെ. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതിയല്ലോ. ഈ പറയുന്ന ഹനാൻ ആരെങ്കിലും വീട്ടിൽ കയറി വന്നിട്ട് നിങ്ങൾ ആരെങ്കിലും മുതൽ പിടിച്ചുറച്ചുകൊണ്ട് പോയോ? അല്ലെങ്കിൽ ഹനാനെ പോലെയുള്ള മറ്റാരെങ്കിലും നിങ്ങൾ മുതൽ ആരെങ്കിലും പിടിച്ചുറച്ചുകൊണ്ട് പോയോ? അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വസ്ത്രാക്ഷേപം ചെയ്തോ? അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ലല്ലോ. അപ്പൊ വെറുതെ വിവാദം ഉണ്ടാക്കുകയാണ്. ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കണ്ടാൽ തോന്നും ഈ പൊന്നാങ്ങളമാരാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ പുണ്യാളച്ചന്മാരെന്ന്. അർദ്ധരാത്രിയിൽ ഒന്ന് സൂര്യൻ ഉദിച്ചു നോക്കണം, അപ്പോഴേ അറിയാൻ പറ്റൂ. ഏതായാലും ഇതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം ദി ഫൈനൽ ന്യൂസ് എന്ന ഒരു ഫേസ്ബുക്ക് പേജ് ഒരു അടിപൊളി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് തിങ്കളാഴ്ചയായിട്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കാതിരിക്കാൻ പറ്റൂല. ഞാനൊന്ന് വായിക്കാം. കഴിഞ്ഞ ദിവസം സ്ത്രീകളുടെ വസ്ത്രധാരണം, വസ്ത്ര സ്വാതന്ത്ര്യം എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് 24 ന്യൂസ് ചാനലിൽ സംപ്രേഷണം ചെയ്ത ശ്രീകണ്ഠൻ നായർ അവതാരകനായിട്ടുള്ള നമ്മൾ തമ്മിൽ ഷോ വൈറലായിരുന്നു. ഷോയിൽ പങ്കെടുത്ത് തന്റെ അഭിപ്രായം പങ്കുവച്ചവരിൽ ഒരാൾ മുൻ ബിഗ് ബോസ് താരവും മോഡലുമെല്ലാമായ ഹനാനായിരുന്നു. ഷോയിൽ പങ്കെടുത്ത അഭിപ്രായം പങ്കുവച്ചതിന്റെ പേരിൽ വലിയ രീതിയിൽ ഹനാൻ വിമർശനം നേരിട്ടിരുന്നു. താരത്തിന്റെ പഴയകാല ജീവിതം അടക്കം എടുത്തിട്ടാണ് പലരും ഹനാനെ വിമർശിച്ചത്. തമ്മിൽ ഷോയുടെ എപ്പിസോഡ് യൂട്യൂബിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴും ഏറ്റവും കൂടുതൽ വിമർശനം ലഭിച്ച ഒരാൾ ഹനാനായിരുന്നു. തനിക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ച ഹനാനെതിരായി വന്ന അധിക്ഷേപ കമന്റുകൾക്കെതിരെ പ്രത്യക്ഷപ്പെട്ട കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത്. ഫേസ്ബുക്ക് യൂസറായ അനു ചന്ദ്രയാണ് ഹനാനെ ആക്ഷേപിച്ച് കമന്റുകൾ കുറിച്ചവർക്കെതിരെ കുറിപ്പിലൂടെ പ്രതികരിച്ചത്. കടപ്പാടിന്റെ പേരും പറഞ്ഞ് സ്വാതന്ത്ര്യം പണയം വെക്കാനൊന്നും ആരും ആരെയും ഇങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്യരുത് എന്ന് അനുചന്ദ്ര കുറിച്ചു. ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ആ മീൻകാരിയെ സഹായിച്ച കേരളത്തിലെ ജനങ്ങൾ ലജ്ജയോടെ തലകുനിക്കുന്നു. തന്റെ വസ്ത്ര സ്വാതന്ത്ര്യത്തെ കുറിച്ച് തുറന്നു സംസാരിക്കുന്ന തനിക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ച ഹനാനെതിരായി യൂട്യൂബിൽ വന്നൊരു കമന്റാണിത്. 1.6K ലൈക്കാണ് ആ കമന്റിന് കിട്ടിയത് എന്ന് ഓർക്കണം. ആ കമന്റിന് വന്ന മറ്റൊരു മറുപടി കൂടി ഞാൻ പറയാം. ഒരു ലൈക്കല്ലേ അടിക്കാൻ പറ്റൂ, മനസ്സുകൊണ്ട് 1000 ലൈക്ക് എന്ന്.
എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ് ഈ ഒരു മനോഭാവം. ഒരാളെ കഷ്ടപ്പാടിൽ ചേർത്ത് പിടിക്കാൻ നമ്മളൊക്കെ തയ്യാറാവും. പക്ഷേ അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് മുതൽ തുറന്നു കാണിക്കുന്നുവോ അന്ന് മുതൽ നമ്മൾ അയാളെ വെറുക്കാൻ തുടങ്ങും. നോക്കൂ, ഒരു കാലത്ത് കഷ്ടതയിലായിരുന്ന ഒരാളെ നമ്മൾ സഹായിക്കുന്നത് അയാൾ ജീവിതകാലം മുഴുവൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ ജീവിക്കണമെന്ന ഉദ്ദേശത്തോടെയാണോ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉദ്ദേശം വെക്കുന്നത് ശരിയാണോ? ഈ സഹായം നൽകുക എന്നത് ഒരാളുടെയും ജീവിതത്തെ നിയന്ത്രിക്കാനുള്ള ലൈസൻസ് അല്ല എന്നാണ് ആദ്യം തന്നെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. ഒന്ന് സഹായിച്ചു എന്ന പേരിൽ ഹനാന് അവരുടെ ജീവിതത്തെക്കുറിച്ചും വസ്ത്രധാരണത്തെക്കുറിച്ചും തീരുമാനമെടുക്കാനുള്ള അവകാശം എങ്ങനെയാണ് ഇല്ലാതാകുന്നത്? കടപ്പാടിന്റെ പേരും പറഞ്ഞ് സ്വാതന്ത്ര്യം പണയം വെക്കാനൊന്നും ആരും ആരെയും ഇങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്യരുത്. ഇനി അങ്ങനെയൊക്കെ ചെയ്താൽ ജനാധിപത്യപരമായ വ്യക്തി സ്വാതന്ത്ര്യവുമായി അതിന് യാതൊരു ബന്ധവുമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, സഹായം എന്നത് ഒരു മനുഷ്യനോടുള്ള കരുണയാണ്, അല്ലാതെ അയാൾക്ക് മേലുള്ള ഉടമസ്ഥാവകാശമല്ല. മനസ്സിലാക്കുമല്ലോ എന്നായിരുന്നു കുറിപ്പ്. കുടുംബം പോറ്റാനായി കൊച്ചിയിൽ പഠനത്തിന് ശേഷം 60 കിലോമീറ്ററുകൾ സഞ്ചരിച്ച് മീൻ വിൽപ്പന നടത്തുന്ന പെൺകുട്ടിയായാണ് ഹനാനെ ആദ്യം ലോകം അറിയുന്നത്. പഠനത്തിനിടയിലും കുടുംബം നോക്കാൻ കഠിനാധ്വാനം ചെയ്യുന്ന ഹനാന്റെ വാർത്ത ഏറെ ഉത്സാഹത്തോടെയാണ് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് മലയാളികൾ ഏറ്റെടുത്തത്. അന്നും ഹനാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആദ്യം ആഘോഷിക്കപ്പെടുകയും പിന്നീട് ആക്രമിക്കുകയാണ് ചെയ്തത്. എന്നിട്ടും തളരാതെ നിന്ന് പോരാടി. പിന്നീട് ഹനാൻ സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടു എന്ന വാർത്ത ഞെട്ടലോടെയാണ് മലയാളികൾ ശ്രവിച്ചത്. ഇലക്ട്രീഷ്യനായ ഹമീദിന്റെയും വീട്ടമ്മയായ സേനബായിയുടെയും 2 മക്കളിൽ മൂത്തവളാണ് ഹനാൻ. ഈ ഹനാൻ ഏത് വിധത്തിൽ ഡ്രസ്സ് ധരിക്കണം, ഏത് വിധത്തിൽ അവൾ നടക്കണം, ഏത് വിധത്തിൽ അവള് സംസാരിക്കണം എന്നതൊക്കെ ഇപ്പോ അവളെ സഹായിച്ചിട്ടുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള നാട്ടുകാരാണ് തീരുമാനിക്കുന്നത്. മറ്റുള്ളവരെ തീരുമാനിക്കുന്നത് മൂഢത്തരമാണ്. അത് അവരുടെ അഹങ്കാരമാണ്. അതൊന്നും ശരിയല്ല. ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ നിങ്ങൾ എടുത്തിട്ട് നിങ്ങളുടെ ഹിസ്റ്ററി ഒന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. കാരണം എന്താണെന്നറിയോ? അവനവൻ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുമെന്ന് അവർക്ക് തോന്നും. സ്വാഭാവികം. ഒരു മനുഷ്യൻ അവൻ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടും, ഇഷ്ടമുള്ള രീതിയിലിടും. അതിനിപ്പോ എന്തോ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അപ്പൊ ചോദിക്കും, നിന്റെ പെരയിലുള്ളവരെ നിങ്ങൾ എങ്ങനെ നടത്തൂടെ? ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അവർക്ക് ഇടാം, അവർക്ക് ഇഷ്ടമുള്ള രീതിക്ക് അവർക്ക് നടക്കാം. അവരെങ്ങനെ നടക്കുമെന്ന് നമുക്കൊരു ബോധ്യമുണ്ട്. ആ ബോധ്യമുള്ള എത്ര പേർ എന്റെ വീഡിയോ അല്ലെങ്കിൽ എന്റെ ഈ ടെക്സ്റ്റുകൾ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്? മറ്റുള്ളവർ വിമർശിക്കുന്ന എത്ര പേരുണ്ട്? ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. താഴെ നിന്ന് കമന്റ് ചെയ്യും. Different angles. Don't forget to subscribe and support this channel.